നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നിന്നുള്ള രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇതാ നോക്കൂ, ഇത് CPI നേതാവ് ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് റാലിയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റാലിയുടെ ഒരു പ്രത്യേകത, ഈ റാലിയിൽ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടിക്കാരുടെ എല്ലാം കൊടികളുണ്ട്. അതിൽ തന്നെ അവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ച് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ ചുമല കൊടിക്കൊപ്പം തന്നെ ഒപ്പമോ അല്ലെങ്കിൽ ഒരു പടി മുന്നിലോ ആയിട്ട് പച്ചക്കൊടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ പച്ചക്കൊടി ഇവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള INL കൊടിയാണ്. ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നാണ് അതിൻ്റെ പേര്. മറ്റത് IUML ആണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. UDFൻ്റെ കൂട്ടത്തിലുള്ള നമ്മളൊക്കെ പൊതുവേ മുസ്ലിം ലീഗ് എന്നും ലീഗെന്നും ഒക്കെ പറയുന്ന ആ കൂട്ടർ. ഇത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള INLൻ്റെ കൊടിയാണ്. ഈ കൊടി മുന്നിൽ നിർത്തി കാണിക്കാൻ വേണ്ടി ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇത് രാഹുൽ ഗാന്ധിയെ ബോധപൂർവം തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ റാലിയുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള കൊടികളും അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൊടി പച്ചയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കൂ, കേരളത്തിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഇവരൊരു സഖ്യമായിട്ട്, ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരു സഖ്യമായിട്ടാണ് ഇവർ BJPക്കെതിരെ അല്ലെങ്കിൽ NDAക്കെതിരെ മത്സരിക്കുന്നത്. ഇവിടെ പിന്നെ ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയുടെ റാലിക്കൊന്നും ഒരു കൊടി പോലും ഉയർത്താൻ പറ്റാത്ത പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ആ റാലിയിൽ മറ്റ് കൊടികൾ ഉയർത്തിയാൽ അതിനൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ കൊടിയും ഉയർത്തും. അത് വടക്കേ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ്റെ കൊടിയായി തെറ്റിദ്ധരിക്കപ്പെടുകയും ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അടിത്തറയുള്ള കോൺഗ്രസ്സിന് അത് വലിയ ക്ഷീണമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ബാധ്യതയോ ഈ കടമയോ ഈ ഉത്തരവാദിത്വമോ ഒന്നും CPI എന്ന മുൻകാലത്തെ ദേശീയ പാർട്ടിക്കില്ല. ഇപ്പോൾ അത് വെറും പ്രാദേശിക പാർട്ടി മാത്രമല്ല, കേരളത്തിലെ ഏതാനും സീറ്റുകൾ, അത് വലിയേട്ടനായിട്ടുള്ള CPM കനിഞ്ഞു കൊടുത്തിരിക്കുന്ന ഏതാനും സീറ്റുകളും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ DMK കൊടുത്തിരിക്കുന്ന 1-2 സീറ്റുകളും ഒഴിച്ചാൽ ഇവരെങ്ങും ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ആരും ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട്, ഒരു പാർട്ടിയായിട്ട് പോലും ഇവരെയൊന്നും കണക്കാക്കുന്നില്ല. അപ്പോൾ ഇവരിവിടെ പച്ചക്കൊടി ഉയർത്തിയാൽ എന്ത്, പച്ചക്കൊടി ഉയർത്തിയില്ലെങ്കിൽ എന്ത്, ഇതൊന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ CPI എന്ന പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് നന്നായിട്ടും അറിയാവുന്ന അവർ കിട്ടിയ അവസരത്തിൽ തങ്ങളുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസിലെ നേതാവായ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കാരണം ഇവരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം അവരുടെ മുഖ്യ ശത്രു BJP ആണ് എന്നാണ്. പക്ഷേ ഇങ്ങനെയൊരു അവസരത്തിൽ പോലും സ്വന്തം സഖ്യത്തിലെ മറ്റൊരു നേതാവിനെയും പാർട്ടിയെയും കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇതിൽ പൊതുവേ സംഖ്യകളൊക്കെ കളിയാക്കി വിളിക്കാറുള്ള വട്ടപ്പൊട്ടുകാരിയായിട്ടുള്ള 1-2 നേതാക്കളെയൊക്കെ ആ കൂട്ടത്തിൽ കാണാം. വൃന്ദ കാരാട്ടുണ്ട്, അതേപോലെ തന്നെ CPIയുടെ ആനി രാജയുണ്ട്. ആനി രാജയാണ് അവിടെ മത്സരിക്കുന്നത്. ആ ആനി രാജയുടെ റാലി കടന്നു പോകുമ്പോഴാണ് ഇത്തരം കാഴ്ച നമ്മൾ കാണുന്നത്. ഈ കാഴ്ച പക്ഷേ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ നമുക്ക് കാണാനാവില്ല. രാഹുൽ ഗാന്ധിയുടെ റാലി പോകുമ്പോൾ ഏതോ ഒരു വിലാപയാത്ര അല്ലെങ്കിൽ ശവമഞ്ച ഘോഷയാത്ര നടന്നു പോകുന്ന തരത്തിലാണ്. അവിടെ ചില തൊപ്പികളൊക്കെ വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരൊറ്റ കൊടി പോലും ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഏതാണ്ട് മുദ്രാവാക്യം വിളികളും ഏതാണ്ട് ആ ഒരു വിലാപയാത്ര കടന്നു പോകുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്തായാലും CPIക്കില്ല. അത് അവസ്ഥയില്ലാത്ത മറ്റൊന്നും കൊണ്ടല്ല, ഇവർക്ക് വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ജനങ്ങളുടെ അടുക്കെ പോയിട്ട് വോട്ട് ചോദിക്കേണ്ട ആ ഒരു ഭാഗ്യം അവർക്കില്ല, അതിനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ടാണ് ഏതാനും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരിക്കുന്നത് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുറത്ത് ആളുകളുടെ അടുക്കെ പോയി വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളവിടെ പാകിസ്ഥാൻ്റെ കൊടി പൊക്കിയില്ലേ എന്ന് ആളുകൾ ചോദിക്കില്ല. അതിനുള്ള അവസരം അവർക്കില്ല. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥയല്ല CPIക്കുള്ളത്. കോൺഗ്രസ്സിന് പറ്റാത്ത കാര്യം ഞങ്ങൾ കണ്ടോ ഞങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം കാണിച്ചിരിക്കുന്നത്. പക്ഷേ സംഖ്യകൾക്കും BJPക്കാർക്കും ഒക്കെ ഇത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളാൽ ചിരി തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എതിർ ചേരിയിൽ നിൽക്കുന്ന 2 പാർട്ടികളാണ് കോൺഗ്രസും CPIയും അതേപോലെ തന്നെ CPM ഒക്കെ. കേരളത്തിന് പുറത്ത് എല്ലായിടത്തും സംഘപരിവാറിനെതിരെ മത്സരിക്കുന്നവരാണ് അവർ ഈ കേരളത്തിനകത്ത് തന്നെ ഒരു മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.